വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട. അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയിൽ സമവായത്തിന് VD സതീശൻ. തീരുമാനം UDFന് വിട്ടു. വിൽക്കാനാണ് തീരുമാനമെങ്കിൽ നികുതി ഘടന ഇതുതന്നെയെന്ന് മുഖ്യമന്ത്രി. PM ശ്രീയിൽ മുൻ നിലപാടിൽ U-ടേൺ PM ശ്രീ നടപ്പാക്കുമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. നിങ്ങൾ ഒപ്പുവെച്ചത് മരവിപ്പിക്കാനാണോ എന്ന് പിണറായിയുടെ ചോദ്യത്തിന് സതീശന്റെ മറുപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ ബക്കാഡിയുടെ നീക്കം മുൻപും. കമ്പനി സമീപിച്ചത് 18 വർഷം മുൻപ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത്. തുടർ നടപടിക്കായി നികുതി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തുവിട്ട് ന്യൂസ് 18. കരിമണൽ ഖനനത്തിന് U-ടേൺ ഇല്ലെന്ന് മുഖ്യമന്ത്രി. കരിമണൽ സ്വകാര്യവൽക്കരണം എന്ന പ്രചാരണം തെറ്റ്. പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കില്ല. പ്രതിപക്ഷം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ബജറ്റ് ചർച്ചയുടെ മറുപടിക്കിടെ സതീശൻ പിണറായി വാക്പോര്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയെന്നും മുഖ്യമന്ത്രി തർക്കം സ്വാഭാവികമെന്നും സതീശൻ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും അണികൾ ചോദ്യം ചെയ്യുകയാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് കടുത്ത ഭാഷയിൽ പിണറായിയുടെ മറുപടി. ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടില്ല. ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ രോഹിച്ച് നിൽക്കണ്ട കേട്ടാ. അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിലേക്ക് മോദിക്ക് ക്ഷണം. ജൂലൈ ആദ്യവാരം നടക്കുന്ന സംസ്കാര ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച് ഇറാൻ പ്രസിഡന്റ്. ഇറാൻ US സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിലാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ശബരിമലയിലെ വൻ കള്ളത്തരം പുറത്തുവിട്ട ന്യൂസ് 18. നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നിയമനം കിട്ടാൻ സമർപ്പിച്ചത് ഒന്നിലേറെ വ്യാജരേഖകൾ. ദേവസ്വം ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. രേഖകളുടെ സാധുത ഒത്തുനോക്കാതെ ദേവസ്വം ബോർഡും ഉടൻ ഇടപെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ആക്ഷേപം പരിശോധിക്കുമെന്ന് മറുപടി. പുതിയ മേൽശാന്തിയെ നിയമിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത കാട്ടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും സത്യപ്രതിജ്ഞ നടപടി. ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയതോടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് 19 BJP കൌൺസിലർമാർ. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ 33-ാം കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹമില്ല. ദുരൂഹത നീങ്ങുന്നു. തുറന്ന് പരിശോധിച്ച് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും. കല്ലറയിലുള്ളത് 2006-ലും 2015-ലും സംസ്കരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം. വിലങ്ങാട് നിന്ന് കാണാതായ സിജോ എവിടെയെന്ന ചോദ്യം ബാക്കി. ലോകകപ്പിൽ നോക്കൌട്ട് ഉറപ്പിക്കാൻ ബ്രസീൽ ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ. നെയ്മർ തിരിച്ചെത്തും. ബോസ്നിയ ഖത്തറിനെയും സ്വിറ്റ്സർലൻഡ് കാനഡയെയും നേരിടും. ലോകകപ്പിൽ ഇന്ന് 6 പോരാട്ടങ്ങൾ.